ആ ബുദ്ധി ഏത് ബുദ്ധി എടുത്ത് പ്രയോഗിക്കണം നമ്മളെ തീരുമാനിക്കണേ. എവിടെ ഏത് ബുദ്ധി എടുത്ത് ആരും ഇതുവരെ ആരും വിൻ ചെയ്യില്ല. പിന്നെ ഒരു PR കൊണ്ടൊന്നും അവർക്ക് കണ്ടെങ്കിൽ മാത്രം. എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നിലേട്ടടുത്ത് പോണോ ശാരീശേഷം സംസാരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. ആർക്കാണ് വേണ്ടത്? ഓൾറെഡി ബിഗ് ബോസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഒന്നിലേട്ട എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ, എന്താണ് പറയാനുള്ളത്? അത് അവിടെ അക്ബറുമായിട്ടുള്ള കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളോട് പറയാമോ? അനൗൺസ് എങ്ങനെയുണ്ടായിരുന്നു? മായതുവാണി. അപ്പൊ ഫസ്റ്റ് ഞാൻ അക്ബറിനെ കുറിച്ച് പറയാം. അപ്പൊ അക്ബർ നമ്മുടെ എന്തായാലും പേര് ഒരു നല്ല സുഹൃത്താണ് ബേസിക്കലി. സോ അക്ബർ ഖാൻ ഇപ്പൊ ഞാനിവിടെ നിന്ന് കയറി വന്നപ്പോൾ പറഞ്ഞായിരുന്നു, അക്ബർ ഖാൻ എന്നുള്ളൊരു ഹ്യൂമൻ ബീങ് നല്ലൊരു ഗുഡ് ഫ്രണ്ടാണ് എൻ്റെ. അക്ബർ ഖാൻ എന്നുള്ള ഗെയിമറും ഞാനും എപ്പോഴും ഗെയിമിൽ എതിരെ മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള അക്ബറിനെ പോലെ ടാലന്റ് ഉള്ള ഒരാള് നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഗെയിമിൽ ഇത്ര നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ സീസൺ 7 എല്ലാവർക്കും അറിയാം, ഈ നമ്മൾ ഇതുവരെ കളിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, അക്ബർ ഖാൻ എന്നുള്ള ഗെയിമറിന്റെ പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ ഈ സീസൺ 7 ബോറിംഗ് ആവും. സോ അപ്പൊ ഈ പറഞ്ഞ പോലെ അക്ബർ ഖാൻ ഓൾവേസ് റെസ്പെക്ട് യുവർ ഓപ്പണന്റ്. അക്ബർ ഖാനിന്റെ ഗെയിമർ ഇല്ലായിരുന്നെങ്കിൽ എനിക്കും അവിടെ ഗെയിം കളിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ അക്ബർ ഖാൻ എന്താ പറയാ, നല്ലൊരു ഇൻഡിവിജ്വൽ ആണ്, ഹ്യൂമൻ ബീങ്. ഞാനും അക്ബറും കൂടി നല്ല കണക്ഷൻ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ അപ്പാണിയൊക്കെ നേരത്തെ പോയെങ്കിലും ഫുൾ ത്രൂ ഔട്ട് സീസൺ ഞാൻ ഇറങ്ങണ വരെ ലൈക്ക് അക്ബറും ഞാനും കൂടി സംസാരിക്കാത്ത ദിവസം ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമ്മള് ഗെയിമില് ചിലപ്പോൾ ഭയങ്കര എതിരായിരിക്കും. അന്നത്തെ ദിവസം തന്നെ രാത്രി പോയിരുന്ന് സംസാരിക്കും ഊഞ്ഞാലാടുള്ള സ്ഥലത്ത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തായാലും അക്ബറായിട്ട് ഞാൻ സംസാരിക്കാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. അത്രയും നല്ലൊരു ബന്ധം അക്ബറായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ പ്രോഗ്രാം വന്നപ്പോൾ ഞാൻ ആക്ച്വലി അക്ബറിന്റെ വൈഫിനെ വിളിച്ചു, പിന്നെ ഗഫൂറായിട്ട് സംസാരിച്ചു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതിലെ പാട്ട് ഇവൻ ഇടക്കിടക്ക് മൂളുമായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത്. അപ്പൊ അത് കേൾക്കാൻ നല്ല രസമായിരുന്നു. എന്നിട്ട് അവൻ പറയുകയും ചെയ്തായിരുന്നു സീസണിന്റെ ഇടയിലായിരിക്കും ഈ പറഞ്ഞ പോലെ ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ അതിന് മുമ്പ് പോകായിരിക്കും. ഞാൻ അപ്പം തന്നെ ഉറപ്പിച്ചില്ല അവൻ പോകില്ല എന്ന് പറഞ്ഞായിരുന്നു. ആ സമയത്ത് പോകില്ല എന്തായാലും. അപ്പൊ അതുകൊണ്ട് ഇത് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ആൻഡ് ഓൾസോ കുഡോസ് ടു ദ ടീം, വെരി നൈസ് വീഡിയോ. ഈ പറഞ്ഞ പോലെ അക്ബർ ആയാലും ഹർഷിത ആയാലും വെരി നൈസ്ലി ഡൺ, സൂപ്പർ. അക്ബറിനെ കുറെ നല്ല കോസ്റ്റ്യൂംസിലൊക്കെ കാണാൻ പറ്റി. ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വന്നൊരു ടാസ്ക് നമ്മുടെ അവിടെ മറ്റേ കൺഫ്യൂഷൻ തീർക്കണമെന്ന് പാടിയില്ലേ, അതിൽ ഇങ്ങനെ തലയിലൊരു കെട്ട് കെട്ടി, അതേപോലെ ഒരു സാധനമൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ടു അക്ബർ. ആൻഡ് യുനോ എനിക്കൊരു എന്താ പറയാ, അക്ബർ ഗെയിമില് മുഴുവൻ കളിച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഇപ്പൊ ഒന്നും അക്ബർ വരണ്ട, ഇതെനിക്ക് പറയാനുള്ളൂ. അക്ബർ എൻ്റെ ഒരു എന്താണ് സുഹൃത്തും ആസ് എ ഗെയിമർ ഓൾസോ. ഈ സീസൺ 7 എല്ലാ ഗെയിമേഴ്സിന്റെയും എല്ലാവരും ടാലന്റഡ് ആണ്. അവരവരവിടെ ഉള്ളവര് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ദിവസം തൊട്ട് കളിക്കുന്ന ആൾക്കാർ, അതിൽ ഇത്രയും എഫേർട്ട് കൊടുത്തിട്ടുള്ള ഒരാൾ, ഹി ഡിസേർവ്സ് ടു ബി ദേർ. സോ ഓൾ ദി ബെസ്റ്റ് അക്ബർ. എല്ലാ ഡ്രീമും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ, ഡ്രീം കം ട്രൂ മൊമെന്റ് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി ചോദിക്കേണ്ടത്, here we have the one and only ജിസേൽ തക്രാർ. സോ ജിസേൽ, എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ആൻഡ് അക്ബർ ഖാനുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു, അവിടെ വെച്ചും പുറത്തും ഒക്കെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് ജിസേൽ. എന്താണ് പറയാനുള്ളത്? ജസ്റ്റ് കം ഫോർവേഡ്. നമസ്കാരം. ഞാൻ obviously Akbar was like, I used to call him day one because first day തൊട്ട് അക്ബറോട് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു ടീമായിരുന്നു. I just want and I hope that Akbar should win the show. I'm supporting Aryan and Akbar both. Whoever wins, I'm happy. Also Akbar has beautiful voice. ഞങ്ങൾ എപ്പോഴും ഇരിക്കുമ്പോൾ ഇതിനെ പറ്റി സംസാരിക്കുമായിരുന്നു, പാട്ടിനെ പറ്റി ആകട്ടെ, അബൌട്ട് ദ ആൽബംസ്, ഹിസ് ഫ്യൂച്ചർ പ്ലാൻസ്, എവറിഥിങ്. സോ ഐ ആം മോർ ദാൻ ഹാപ്പി ദാറ്റ് ഞാൻ കേരളത്തിൽ ഉണ്ടപ്പോൾ എനിക്ക് ഇവിടെ വരാൻ പറ്റി, എനിക്ക് ഇത് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സോ ഓൾ മൈ ബെസ്റ്റ് വിഷസ് ടു അക്ബർ ആൻഡ് ഹിൽ ബി വെരി ഹാപ്പി വെൻ ഹി കംസ് ഔട്ട് ആൻഡ് സീസ് ദാറ്റ് ദിസ് ഹാസ് ബീൻ റിലീസ്ഡ് ആൻഡ് ഹിസ് ഫാമിലി ഈസ് റിലീസിങ് ഇറ്റ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് and all my support to Akbar. That's all. Alright, so by the way, നമ്മൾ എല്ലാവരും
ഒത്തിരി എൻജോയ് ചെയ്തൊരു പാട്ടായിരുന്നു ജിസേലിന്റെ കണ്ണാതുമ്പി. ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടണം. കേൾക്കട്ടെ? നിങ്ങൾക്ക് കേൾക്കട്ടെ? അക്ബറും ജിസേലും ആയിരുന്നു അവിടുത്തെ കിടിലൻ പാട്ടുകാര്. അപ്പൊ ജിസേലിന്റെ പാട്ട് ഞങ്ങൾക്ക് കേൾക്കണം. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ആ പാട്ട്. സോ പ്ലീസ്. Okay, this is for my best friend Akbar. Kanna tummi poramo ennod ishtam kuramo. Madi. Okay, Anish madam reply taran. All right, so thank you so much. Thank you. Best of luck to Akbar and his family. Lots of love. All right, so thank you so much for your beautiful words. And by the way, എല്ലാ തിരക്കുകളും വീണ്ടും ആശംസകൾ നേരുന്നു. സോങ്ങിനും അവൻ്റെ മുന്നോട്ടുള്ള പുതിയ ഓരോരോ സ്റ്റെപ്പ് ആശംസകൾ നേരുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ കാര്യത്തിനും ഞാൻ എന്ന വ്യക്തി എൻ്റെ ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് അവരുടെ കൂടെ തന്നെ ഉണ്ടാവുക എല്ലായ്പ്പോഴും. അതുകൊണ്ട് തന്നെ അവൻ്റെ വിജയത്തിൽ ഞാൻ ഒരുപാട് അധികം ആഗ്രഹിക്കുന്നു, അവൻ്റെ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്. ബൈ. Thank you so much once again for. Thank you so much. Pinne, as always, Sadhguru, he needs your support and love. That's all I want to say from you guys. And avade nannai kalikinde, so let him play well and inshallah, Ratnachi inshallah. Thank you so much. And thanks for coming. Really, it was very beautiful. I'm so happy to see you. Thank you so much. All right, so once again thank you. You've got such a big baby. Okay, നമുക്കിവിടെ തൊപ്പി വന്നിട്ടോ. എനിക്ക് കുട്ടിയോട് വേറെ കാര്യങ്ങൾ ചോദിക്കാനുള്ളത് എന്റെ സ്ട്രീമിംഗ് ഈ ആദ്യമായി പ്ലേ ചെയ്യാൻ സാധിക്കുകയാണ് ആശംസിക്കുന്നു. Thank you so much everyone for coming here. Dr. Robin ഒരിക്കൽ കൂടി ഈ ഒരു വേദിയിൽ കണ്ടുവന്നതിന് ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ശോഭ ചേച്ചി, ജിന ചേട്ടൻ, അതോടൊപ്പം തന്നെ ഒരേ ഷാരി ചേച്ചി, ഷൈത്യ, as you can see the very beautiful ജിസേ. അതോടൊപ്പം തന്നെ നമുക്ക് ആർക്കും അറിയില്ലാത്ത ഒരു കുറേ കാര്യങ്ങൾ അറിയാവുന്ന അക്ബർ ഖാന്റെ ലൈഫിൽ എന്നും എപ്പോഴും വെൽ എല്ലാവരോടും ഒരിക്കൽ കൂടി അറിയിക്കുന്ന താങ്ക് യു again and again for coming here. Well, really is first. Thank you. അപ്പോൾ പരിപാടി ഇന്ന് കഴിഞ്ഞു. മായാ ദിവാനെ കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു, കുറേ ഈവൻ പരിപാടി ഇതൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് വീഡിയോസ് ആൻഡ് ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ്, നമ്മുടെ ബെല്ലൈക്കൺ. ഓക്കെ, അപ്പോൾ താങ്ക് യു, ടേക്ക് കെയർ, ബൈ.